ഹലോ, നമുക്കിന്ന് സദ്യയിലെ നാരങ്ങക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഓണൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഓരോ റെസിപ്പി ആയിട്ട് നമുക്ക് അങ്ങ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ നാരങ്ങക്കറി ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചു. അതിന് വേണ്ടിയിട്ട് നല്ല പാകെത്തിയ ഒരു നാരങ്ങ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കളറായി വരണം, അല്ലെങ്കിൽ പച്ച കളറുള്ളതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ കറിയാക്കി കഴിഞ്ഞാൽ ഭയങ്കര കയപ്പായിരിക്കും. അപ്പം നമുക്കതിൻ്റെ നാരങ്ങക്കറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം ഇതുപോലെ നല്ലതുപോലെ അത് ക്ലീൻ ആക്കി എടുക്കണം. അതിൻ്റെ തൊലി, ചില ആൾക്കാർ തൊലി വെച്ചിട്ടും അങ്ങനെ തന്നെ കറി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ തൊലി ഇല്ലാതെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉലുവ, വെല്ലം, അതുപോലെ തന്നെ വറ്റൽമുളകും പിന്നെ പുളി വന്നിട്ട് ഞാനൊരു 100 ഗ്രാമിൽ താഴെയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ഇനി ഞങ്ങൾക്കൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, ഞാൻ രണ്ടിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് വെളിച്ചെണ്ണേനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് മാത്രം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം, കാരണം ഇത് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ വാടി ഉടഞ്ഞു പോകാൻ പാടില്ല. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന പോലെ വാട്ടിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വാട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇഞ്ചി ആദ്യം നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ഇട്ടു, അതും വാട്ടിയെടുത്തു ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി ഞങ്ങൾക്ക് നാരങ്ങക്കറിയിലേക്കുള്ള പുളിവെള്ളം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് പുളി നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പുളി നമ്മൾ നാരങ്ങക്കറിക്ക് കിട്ടത്തുള്ളൂ. ശേഷം ഞാൻ ഇതിലേക്ക് 4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇത് വന്നിട്ട് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ നേരത്തെ വെളിച്ചെണ്ണയിൽ വാട്ടി വെച്ച ഇഞ്ചി പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ 2 വെല്ലാണ് ഇതിലേക്ക് ഇടുന്നത്. നേരത്തെ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് അത്ര വെള്ളം മതിയാവും, അല്ലെങ്കിൽ ഞങ്ങൾ നാരങ്ങക്കറീൻ്റെ ഭയങ്കര മധുരമായിപ്പോവും. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ അത് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ഇട്ട് കുറുകി വന്നതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല കയ്പ്പ് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. പക്ഷേ എനിക്കിത് സെറ്റ് ആയിരുന്നു, കറക്റ്റായിട്ട് തന്നെയായിരുന്നു ഉണ്ടായത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് അത് ഞാൻ ഇട്ട് കൊടുത്തു. ഇത് കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടാൻ നോക്കാം. കടുക് പൊടിച്ചു, അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ കറിയിലേക്കുള്ള വറുത്തിടുന്ന റെഡിയായി. ഇനി ഇത് നല്ലതുപോലെ തണിഞ്ഞതിന് ശേഷം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.